2026 ജൂലൈ 4-നാണ് ഫയർമാൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ എല്ലാ സംശയങ്ങളെയും തീർത്ത് എക്സാമിന് വളരെ കോൺഫിഡൻ്റായി പോകാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഫയർമാൻ്റെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് 1,09,606 പേരാണ്. സ്പെഷ്യൽ ടോപ്പിക് അടങ്ങുന്നതാണ് ഫയർമാൻ എക്സാം. ഇൻഫോർമേഷൻ ആക്ട്, ഫയർ, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ 20 മാർക്കിലാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. ഇതിനു മുൻപ് നടന്ന ഒരു ഫയർമാൻ എക്സാമിന് മെയിൻ ലിസ്റ്റിൽ 2001 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2066 പേരും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റിൽ 4067 പേരുമായിരുന്നു. ഇതിൻ്റെ കട്ട് ഓഫ് 60.35 വന്നത്. 2025 ജൂലൈ 12-ന് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 471/2024 റാങ്ക് ലിസ്റ്റ് 2026 മാർച്ച് 10-ന് പ്രസിദ്ധീകരിച്ചു. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 838 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 404 പേരും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ റാങ്ക് ലിസ്റ്റ് 1242 838 ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചത് 60.35 മാർക്കാണ്. അതായത് ഫയർമാൻ എക്സാമിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്. അതിൽ നന്നായി പ്രിപ്പയർ ചെയ്തു പോയവർക്ക് 18 വരെ നേടാനുള്ള ചാൻസ് വളരെ അധികമാണ്. അത്യാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് ഓടിച്ചു പോയാൽ പോലും 10 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് എക്സാം. 15 മാർക്കിലെങ്കിലും മുകളിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നത്. ഇനി എക്സാമിന് ഒരാഴ്ച പോലും ബാക്കിയില്ല. ഈ സമയത്ത് നന്നായി റിവിഷൻ ചെയ്യുക എന്നതാണ് ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ട സമയമാണിത്. സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഭൂരിഭാഗം ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഫയർമാന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക്കും ഉൾപ്പെടുത്തി വിവിധ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ റെഫർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് 15-ന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിയും. പല എക്സാമുകൾക്കും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. എല്ലാ എക്സാമിനും വന്ന ക്വസ്റ്റ്യൻസുമുണ്ട്. നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത നോട്ടുകളാണ് ലാസ്റ്റ് സമയങ്ങളിൽ റിവിഷൻ ചെയ്യാനായി ഉപയോഗിക്കേണ്ടത്. എക്സാം ഹാളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റിനാണ്. മോക്ക് ടെസ്റ്റുകളിലൂടെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നും എത്ര സമയം ഓരോ ചോദ്യത്തിനും ചിലവഴിക്കണമെന്നും ആദ്യമേ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് കടക്കാവൂ. ലാസ്റ്റ് പാർട്ടിൽ വരുന്ന 20 മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതാണ്. അതിലെ മിനിമം 15 ക്വസ്റ്റ്യൻ എങ്കിലും നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലേക്ക് സമയം നീക്കി വെക്കേണ്ടതുണ്ട്. ആദ്യഘട്ടങ്ങളിലെ ചോദ്യങ്ങൾ അറിയുന്നത് മാത്രം ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക് ചെയ്തതിനു ശേഷം മാത്രമേ മുൻപ് മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യനുകളിലേക്ക് വീണ്ടും പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് സമയം കിട്ടാതെ വരും. അത് നിങ്ങളെ റാങ്ക് വളരെയധികം പിന്നിലേക്ക് കൊണ്ടുപോവാൻ ഇടയാക്കും. ഓരോ എക്സാമുകളും വ്യത്യസ്തമാണ്. മുൻകാല ചോദ്യപേപ്പറുകൾ മാത്രം വിലയിരുത്തി വരാൻ പോകുന്ന എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇതുവരെ വന്ന പല വർഷങ്ങളിലായി നടന്ന ഫയർമാൻ്റെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 60 മുതൽ 65 വരെ മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. ചില എക്സാമുകൾ വളരെ ലളിതമാകുമ്പോൾ കട്ട് ഓഫ് ഉയരുവാനും വളരെ കഠിനമാകുമ്പോൾ കട്ട് ഓഫ് താഴുവാനും ഇടയുണ്ട്. അതിനാൽ അറിയുന്ന ക്വസ്റ്റ്യനുകൾ മാത്രം എഴുതി നിങ്ങളുടെ സ്കോർ ഭദ്രമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കേണ്ടത് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തുവാൻ സഹായകരമായിരിക്കും. നമ്മുടെ ചാനലിൽ ഫയർമാന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ്, കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ, സ്പെഷ്യൽ ടോപ്പിക് MCQകൾ എന്നിവ അവൈലബിൾ ആണ്. എക്സാമിന് മുൻപ് തീർച്ചയായും കണ്ട് നിങ്ങളുടെ റാങ്ക് മികച്ചതാക്കൂ.